സ്വാഭാവികമായിട്ടും അങ്ങനെ കോട്ട് ധരിക്കണം എന്നുള്ളത് ഒരു ലിഖിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സിന് ഒരു യൂണിഫോം 1985 BNI അമേരിക്ക ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഏകദേശം 40ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ലോകത്തിലെ ഏകദേശം 80ഓളം രാജ്യങ്ങളിൽ 3,24,000-ലധികം അംഗങ്ങളുമായിട്ട് ഗിവേഴ്സ് ഗെയിൻ, നമ്മളൊരു കോർ വാല്യൂ ആണ് BNIയുടെ ഫിലോസഫി എന്ന് പറയുന്നത്. ഗിവേഴ്സ് ഗെയിൻ എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യവുമായിട്ടാണ് BNI ലോകം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് ആഗോള കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓരോ പ്രദേശത്തും, വിവിധ രാജ്യങ്ങളിലായിട്ട് ഓരോ പ്രദേശത്തും വളരെ വലിയ രീതിയിൽ ആ പ്രദേശത്തുള്ള വ്യാപാരികളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കിടയിലൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് BNI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ പ്രദേശത്തുമുള്ള വ്യാപാരികൾ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർക്കിടയിലുള്ള ബിസിനസ് അവസരങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നമ്മളതിനെ പറയുക റെഫറൽ എന്നുള്ളതാണ്. റെഫറൽസിന്റെ ഒരു വലുപ്പം ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് BNIയുടെ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2004 BNI ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 58,000-ലധികം മെമ്പേഴ്സ്, പ്രധാനപ്പെട്ട എല്ലാ സിറ്റീസിലും, എല്ലാ സംസ്ഥാനങ്ങളിലും BNI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2013 BNI കൊച്ചിയിലേക്ക്, കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊച്ചിയിൽ ഒരു ചാപ്റ്റർ തുടങ്ങി വന്നു. ഇന്ന് കേരളത്തിലാകമാനം ഏകദേശം 6,000-ഓളം BNI മെമ്പേഴ്സും, കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും BNIയുടെ ചാപ്റ്റേഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2020 കോവിഡിന്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞ് ഡിസംബർ മാസം 22-ാം തീയതിയാണ് മലപ്പുറത്തിലെ കോട്ടക്കൽ കേന്ദ്രമായിട്ട് നമ്മളെ ആദ്യത്തെ ചാപ്റ്റർ തുടക്കം കുറിച്ചത്. ഇന്ന് മലപ്പുറം ജില്ലയിൽ BNIക്ക് 12 ചാപ്റ്ററുകളും 750-ലധികം മെമ്പേഴ്സും ഈ ഒരു 38 മാസത്തെ കാലയളവിൽ ഏകദേശം 700 കോടിയോളം രൂപയുടെ ബിസിനസ് BNI മെമ്പേഴ്സ് പരസ്പരം സഹകരിച്ചുകൊണ്ട്, പ്രധാനമായിട്ടും ചെറുകിട സ്ഥാപനങ്ങൾ, SME സെക്ടറിലുള്ള സ്ഥാപനങ്ങളെയാണ് BNIയിൽ അംഗങ്ങളാക്കി മാറ്റുന്നത്. സഹകരിച്ചുകൊണ്ട് ഏകദേശം 1,38,000-ഓളം റെഫറലുകൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് എല്ലാ എന്റർപ്രണേഴ്സും വളരെ നല്ല രീതിയിൽ അവരുടെ ബിസിനസ്സിനെ ഒരു പ്രൊഫഷണൽ ബിസിനസ്സായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള ബിസിനസ്സായിട്ട് ഉയർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താനും സപ്പോർട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2024 മലപ്പുറം ജില്ലയിൽ 1000-ഓളം എന്റർപ്രണേഴ്സിനെ, പ്രൊഫഷണൽസിനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള ബിസിനസ് ആക്കി മാറ്റുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും, അതിലൂടെ ഒരു 10,000-ഓളം തൊഴിലവസരങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ട ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷം നമ്മൾ ഓരോ വർഷങ്ങളിലേക്കും വിവിധങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് പരസ്പര വിശ്വാസത്തിലൂടെ, പരസ്പര ബന്ധത്തിലൂടെ, നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും വളരുന്ന ഒരു രീതിയാണ് BNI അനുവർത്തിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഒരു അടുത്ത ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് BNI മലപ്പുറത്തിന്റെ ഒരു റീജിയണൽ ഹെഡ്ക്വാർട്ടർ മുണ്ടുപറമ്പ കാവുങ്കൽ ബൈപ്പാസ് റോഡിൽ ഏകദേശം വുഡ്ബൈൻ ഹോട്ടലിന് അടുത്തായിട്ട് നാളെ വൈകിട്ട് 4 മണിക്ക് BNIയുടെ സൗത്ത് ഇന്ത്യ ഹെഡ് സന്തോഷ് രാധാകൃഷ്ണൻ നമ്മുടെ റീജിയണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാനാണ് ഇന്നത്തെ ഒരു പത്രസമ്മേളനം, ക്ഷണിക്കുവാനാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിന് കൂടെ തന്നെ
വലിയൊരു സതുദ്ദേശത്തോടു കൂടിയാണ്, വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് BNI ഇന്ന് മലപ്പുറം ജില്ലയിലും ലോകത്താകമാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളിലേക്കും, പ്രത്യേകിച്ച് SME സെക്ടറിലും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാനത്ത് നമുക്കൊരു ചാപ്റ്ററിൽ ഏകദേശം 10-50 ഇപ്പം മലപ്പുറത്തുള്ള ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. മലപ്പുറത്ത് ആസ്ഥാനം. ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തായിട്ടാണ് ഞങ്ങൾ 12 ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചാപ്റ്ററാണ് ഇൻസ്പയർ വെച്ച് മുന്നോട്ട് പോകുന്ന ദിബേഷ് നായർ. ഞാൻ ഈ ഒരു ഗ്ലോബൽ സപ്പോർട്ട് ടീം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. പല തലങ്ങളിലുള്ള ആളുകൾ വരെ BNAയുടെ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ട്. നെറ്റ്വർക്ക് അവർ കീപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ് BNAയിലേക്ക് വരുന്നുണ്ടാവും. അതിന് നമുക്കൊരു സെലക്ഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പോവുകയാണെങ്കിൽ ആർക്കും ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നുണ്ടാവുക. മറിച്ച് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ ബിസിനസ് വളർത്താൻ പറ്റും. അപ്പൊ അവിടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്റെ ബന്ധത്തിനും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന അംഗങ്ങളെല്ലാം ആ ഒരു ക്രെഡിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് BNAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ വാല്യൂ ആണ്. 7 കോർ വാല്യൂസിൽ നിന്നുകൊണ്ടാണ് BNA പ്രവർത്തിക്കാറുള്ളത്. സ്വാഭാവികമായിട്ട് വ്യാപാരി വ്യവസായയുടെ യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വ്യാപാരി വ്യവസായ അംഗങ്ങളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യാൻ നിങ്ങളും തയ്യാറാണോ എന്നുള്ളത് ഞങ്ങൾ ഈ 52 ആഴ്ച നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് അവിടെ എല്ലാവരും കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി. മൂന്നാമത്തെ ഒരു കോർ വാല്യൂ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ കോട്ട് ധരിക്കണം എന്നുള്ളത് ഒരു ലിഖിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം സഹകരിക്കുന്ന ആളുകളാകുന്ന സമയത്ത് നമുക്കറിയാം ചെറുകിടക്കാരും വലിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണലിസം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഭാഗം കൂടിയായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ കോട്ട് ധരിക്കാത്ത ആളുകളെ നമ്മൾ BNAയിലേക്ക് എടുക്കില്ല എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ അത് ആവശ്യപ്പെടാറുണ്ട് മെമ്പേഴ്സിന്റെ അടുത്ത്. കാരണം എല്ലാവരും ഒരേപോലെ നിൽക്കുന്ന സമയത്ത് ആ ഒരു സിനർജി, ഒരു മാസ്റ്റർ മൈൻഡിങ് വർക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട.